കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. അവിടത്തേക്ക് നന്ദി പറയാൻ നമുക്ക് അവസരം ഉപയോഗിക്കാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവിടുന്ന് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയില്ല. നേരോടെ നടക്കുന്നവർ വീണുപോകുകയില്ല. വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തന്റെ സകല പ്രവൃത്തികളോടും അവിടുന്ന് കരുണ കാണിക്കും. കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ സേവിക്കുന്നത്. എന്തു വേണമോ അത് കൊടുക്കും. അതിന്റെ ആവശ്യമനുസരിച്ച് കാക്കയ്ക്ക് വേണ്ടത് കാക്കയ്ക്ക്, മൃഗത്തിന് വേണ്ടത് മൃഗത്തിന് കൊടുക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ വചനം പറയുന്ന ഏറിയ കുരുകിലിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ്. യേശുക്രിസ്തുവിന്റെ പുണ്യാഹനത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെ അതിശ്രേഷ്ഠമായി നടത്താൻ അവിടുത്തെ കഴിയില്ലേ? നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട. നാളേക്കായി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഇന്നലകളിൽ നടത്തിയവൻ ഇന്ന് നടത്തും, മേലാലും നടത്തും എന്നുള്ള ആഴമായൊരു വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാവണം. കഴിവില്ലാത്ത ഒരു ദൈവമല്ല, ഒന്നുമില്ലായ്മയെന്ന് സകലത്തെയും ഉണ്ടാക്കിയ ഒരു ദൈവം. അബ്രഹാം പറയുന്നത് പോലെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. തന്റെ ശരീരം നിർജീവത്വമാണ്, ഡെഡായി. സാറയുടെ ഗർഭപാത്രവും ഡെഡായി, നിർജീവത്വം. പക്ഷേ നിർജീവത്വമായതിനെ ജീവിപ്പിക്കാൻ, വിളിച്ചു വരുത്താൻ കഴിവുള്ള ഒരു ദൈവമാണ് തന്റെ ദൈവം. സാഹചര്യങ്ങൾ എതിരാണെങ്കിലും, കാലങ്ങൾ പഴകിയാലും, അസാധ്യമെന്ന് ചിന്തിച്ചാലും അബ്രഹാം പറയണ വാഗ്ദത്തം ചെയ്തവൻ പൂർണ്ണമായും നൽകാൻ ശക്തനെന്ന് ഉറച്ചിരിക്കണം. സാഹചര്യങ്ങളെ നോക്കാതെ ഒരു ഉറപ്പ് ഇന്ന് പകൽ എത്ര പേർ ഏറ്റെടുക്കും? മുമ്പിൽ നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതല്ല, അംഗീകരിക്കാൻ പറ്റുന്നതല്ല, വിശ്വസിക്കാൻ യാതൊരു സാധ്യതയുമില്ല. പക്ഷേ ആശയ്ക്ക് വിരോധമായി, പരിധിക്കപ്പുറത്ത്, പരിമിതിക്കപ്പുറത്ത് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവമെന്ന് ഇന്ന് ഉറച്ചുകൊണ്ട് മുൻപോട്ട് സ്റ്റെപ്പ് എടുക്കാൻ ജനം തയ്യാറാവട്ടെ. ലൂക്കോസ് സുവിശേഷം 4-39 വാക്യം. അവൻ അവളെ കുനിഞ്ഞ് നോക്കി, ജ്വരത്തെ ശാസിച്ചു, അതവളെ വിട്ട് മാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. യേശു ശിമോന്റെ വീട്ടിൽ വന്നു. ശിമോന്റെ അമ്മായിയമ്മ കഠിനമായ ജ്വരം പിടിച്ച്, പനി പിടിച്ച് വലഞ്ഞിരിക്കുകയാണ്. അപ്പോ അവളെ സൗഖ്യമാക്കണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. അമ്മായിയമ്മ കിടക്കുകയാണ്. യേശു അവളെ കുനിഞ്ഞു നോക്കി. ഇന്ന് പകൽ കിടക്കുന്ന നിന്റെ സബ്ജക്റ്റിനെ കാണുന്ന ഒരുവനുണ്ട് കേട്ടോ. യേശു അവളെ കുനിഞ്ഞു നോക്കി. ശക്തിയില്ലാതെ, ബലം നഷ്ടപ്പെട്ട്, എഴുന്നേൽക്കാൻ കഴിയാതെ, ചലിക്കാൻ കഴിയാതെ കിടക്കുന്ന വിഷയത്തെ കാണുന്നവര്, 38 സംവത്സരമായി കിടക്കുന്നവൻ യേശു കണ്ടില്ലേ?
എത്ര കാലമായെന്ന് ചോദിച്ചില്ലേ? നിന്റെ സമയം അറിയാവുന്നവൻ, നിന്റെ വിഷയത്തിന്റെ കാലപ്പഴക്കം അറിയാവുന്നവൻ നിന്റെ അടുക്കലേക്ക് വന്നിനെ നോക്കും. വിശ്വസിക്കാമോ സഹോദരങ്ങളെ? കർത്താവ് നോക്കും. നാളുകളായി കിടക്കുന്ന നിന്റെ വിഷയത്തിൽ കർത്താവ് ഇന്ന് പകൽ നോക്കാൻ പോകുക. വിശ്വസിക്കുക. യേശു നോക്കിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശു നോക്കിയാൽ ചിലത് എഴുന്നേൽക്കും. അടുത്ത ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കൂ. കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശ്വാസിച്ചു. നിന്റെ ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന, കുടുംബജീവിതത്തെ വെല്ലുവിളിക്കുന്ന, തലമുറകൾക്കെതിരെ നിൽക്കുന്ന ചില ശക്തികളെ യേശു നോക്കിയാൽ ഇന്ന് പകൽ ശാസിക്കും. ചില ശക്തികൾ ശാസിക്കപ്പെടാം. നാളുകളായി അനുഭവിക്കാൻ കഴിയാതെ, വിടുതലും നന്മകളും ആസ്വദിക്കാൻ കഴിയാതെ മുൻപോട്ട് വരുന്ന ചില പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുന്ന ചിലരോട് പറയുന്നു, അതിന്നു പകൽ ശാസിക്കപ്പെടുകയാണ്. കാറ്റേ അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് പറഞ്ഞപ്പോ കാറ്റിനെയും കടലിനെയും ശാസിച്ചു. തിരകൾ അടങ്ങിയെങ്കിൽ ഇന്ന് പകൽ ചിലത് ശാസിക്കപ്പെടുകയാണ്. വിശ്വസിക്കുക. ശാസിക്കപ്പെടുക. സൂക്ഷയ്ക്കെതിരെ, നിന്റെ ഗമനത്തിനെതിരെ, പ്രാണനെതിരെ പൊങ്ങി നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ ഈ പകൽ ശാസിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ട് അത് അവളെ വിട്ടുമാറും. യേശു ശാസിച്ചാൽ ഇന്ന് പകൽ ചിലത് വിട്ടുമാറുകയാണ്. അടുത്ത കാര്യം, ആ അധികാരം അവിടുന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. ചിലതിനെ ശാസിക്കാൻ, ചിലതിനോട് ചലിക്കരുതെന്ന് പറയാൻ നമ്മുടെ നാവിനെ ഇന്ന് പകൽ അധികാരപ്പെടുത്തൂ. പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ശക്തീകരിക്കാൻ പോകുക. ഭക്തനായ യോശുവ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യനോൾ താഴിൽ നിൽക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് സ്ഥലത്ത് അത് നിശ്ചലമായി നിന്നെങ്കിൽ ചിലത് നിശ്ചലമാകാൻ ഇന്ന് പകൽ നിങ്ങളുടെ നാവിനെ വിട്ടുകൊടുക്കും. എലിയ പറഞ്ഞില്ലേ, ഞാൻ പറയാതെ മഴ പെയ്യത്തില്ല. പ്രകൃതിയെ പിടിച്ചു നിർത്തിയ അധികാരം ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഇതിൽ അന്ധകാര മണ്ഡലങ്ങളോ ചലിക്കരുത് എന്ന് പറയാനുള്ള സ്പിരിച്വൽ അതോറിറ്റി നമ്മുടെ അകത്തും കർത്താവ് പകർന്നിട്ടുണ്ട്. അത് ശാസിക്കുമ്പോൾ അത് വിട്ടുമാറുകയാണ്. മാറത്തില്ലെന്ന് വാദിക്കുന്ന ചിലത് ഇന്ന് പ്രഭാതത്തിൽ മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില പാരമ്പര്യ ശക്തികൾ മാറിപ്പോകുകയാണ്. ന്യായ ശക്തികൾ മാറിപ്പോകുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു, ദൈവത്തെ മഹത്വപ്പെടുത്തു. അതവളെ വിട്ടുമാറി അവൾ ഉടനെ എഴുന്നേറ്റു. എഴുന്നേൽക്കാൻ പറ്റാത്ത നിന്റെ വിഷയം എഴുന്നേൽക്കാൻ പോവുകയാണ്. യേശു നോക്കിയാൽ ഇന്നലകൾ എഴുന്നേൽക്കാൻ കഴിയാതെ തളർന്നുപോയ വിഷയം ഇന്ന് എഴുന്നേൽക്കും. വിശ്വസിക്കുക. ഈ പ്രഭാതത്തിൽ അത് എഴുന്നേൽക്കാൻ പോകുക. അവൾ എഴുന്നേറ്റു. യേശുവിന്റെ നാമത്തിൽ യേശു വിഷയം അകത്തി എന്ന് കണ്ടു. മറ്റിടത്ത് എഴുതിയിട്ട് മർക്കോസ് സുവിശേഷം നമുക്കറിയാം. യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും കുട്ടിയുടെ അപ്പനും അമ്മയും അകത്തേക്ക് പോകുകയാണ്. യേശു കാണാൻ വേണ്ടിയല്ല പോയത്. യേശു കണ്ടാൽ നിന്റെ സബ്ജക്റ്റ് എഴുന്നേൽക്കും. അതുവരെ പരിഹസിച്ച വിഷയം യേശു പറഞ്ഞു, ബാല ഉറങ്ങുകയെന്ന് പറഞ്ഞപ്പോ കൂടെ നിന്ന പലരും, പുറത്തുള്ള പലരും പരിഹസിച്ചില്ലേ? പക്ഷെ യേശു അകത്തേക്ക് കയറി. വിഷയം കണ്ടാൽ ഇന്ന് പകൽ എഴുന്നേൽക്കും. ജീവനോടത് പുറത്തു കൊണ്ടുവരും. നിന്റെ വാഗ്ദത്തം എഴുന്നേൽക്കും. വിശ്വസിക്കുക. യേശു അത് കണ്ടിട്ടുണ്ട്. കണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന, ബലഹീനമാക്കിയ, ചലനമറ്റ രീതിയിൽ അതിനെ തകർത്ത് കളഞ്ഞ വിഷയത്തെ ഇന്ന് പകൽ കർത്താവ് തൊടാൻ പോവുക. അത് എഴുന്നേൽക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ശക്തമായ ചില സ്റ്റെപ്പുകൾ എടുത്ത് മൂവ് ചെയ്യൂ. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകളെ കണ്ടിട്ടുണ്ട്.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ സബ്ജക്റ്റിനെ ഒരുവൻ കണ്ടിരിക്കാൻ സ്തോത്രം. അവിടുന്ന് കണ്ടെങ്കിൽ അടുത്ത കമാൻഡുകൾ പുറപ്പെടുകയാണ്. എഴുന്നേൽക്കാൻ പറയുന്ന ഒരു കമാൻഡ്, ചിലതിനെ ചലിക്കരുതെന്ന് പറയുന്ന, വിട്ടുപോകാൻ പറയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ അവിടുത്തെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. ബലം കൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടത്തേക്ക് മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണം. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, യേശു കുനിഞ്ഞു നോക്കുന്നു, നിന്റെ വിഷയത്തെ കാണുന്നു. ചിലത് ശാസിക്കപ്പെടുന്നു, ഉടൻ എഴുന്നേൽക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യുന്നു. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പശുപറ്റുമാറ്റി.